ഇതിനുശേഷം പത്തനംതിട്ടയിൽ മന്ത്രി പങ്കെടുത്ത ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ആളെത്തിയില്ല. ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ആളൊഴിഞ്ഞ കസേരകളായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനുണ്ടായിരുന്നത് 10-ൽ താഴെ കാണികൾ. ശവത്തെ കുത്താതെ ശവമേ. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഈ ആയുഷ് ആശുപത്രി പുതുതായി പണിയാൻ പോകുന്നു. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്ന ഒരു പരിപാടിയായിരുന്നു. ഒരു 1-2 CPM നേതാക്കന്മാരുമുണ്ട്. എന്നാൽ സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പ്രത്യേകിച്ച് ഒരു ഉദ്ഘാടന പരിപാടി അത് കൃത്യമായി തന്നെ അറിയിപ്പ് നൽകി. സാധാരണ പാർട്ടി പ്രവർത്തകരടക്കം പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയത്തിലേക്ക് പോകുമ്പോൾ ഒരു മന്ത്രിയുടെ പരിപാടി ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയം കൂടിയാണ്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനായി ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ പാർട്ടി പ്രവർത്തകരെ പോലും കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഏറ്റവും പിൻനിരയിലായി 5 പോലീസുകാർ ഉണ്ടായിരുന്നു. ഏറ്റവും മുൻനിരയിലായി വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആകാം. അല്ലാതെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആ പരിപാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അല്ലാതെ എന്ത് ചെയ്യാ? വീട്ടിൽ തന്നെ ഇരുന്നാ മതി. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് ഭർത്താവ് ജോർജ് ജോസഫ് CPM നേതൃത്വത്തിന് കത്ത് നൽകി. അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റാണ് കത്ത് നൽകിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ഫോണിലും നേരിട്ടും സംസാരിച്ചതാണ് വിവരം. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഉത്തരവാദിത്വമില്ലാത്ത ചില ആളുകൾ സർക്കാർ സർവീസിൽ കയറി കൂടിയിട്ടുണ്ട്. വീണ ജോർജ് മുമ്പ് 2 തവണ മത്സരിച്ചപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് ചെയ്യില്ലെന്നാണ് അയാളെ വരാൻ. മന്ത്രി വീണ ജോർജിനെ വീണ്ടും ആറന്മുള നിയോജക മണ്ഡലത്തെ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. അതാ നല്ലത്. ചിലപ്പോ തോമാച്ചൻ പോലീസിന്റെ ഇടികൊള്ളുമ്പോൾ സത്യമെല്ലാം തുറന്നു പറയും. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിന് ജോർജ് ജോസഫ് നൽകി. കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്. ജില്ലാ സെക്രട്ടറിമാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ വീണ ഈ പ്രാവശ്യം മത്സരിപ്പിക്കാനില്ല എന്ന തരത്തിലുള്ള ആവശ്യമായാണ് ജോർജ് ജോസഫ് കത്ത് നൽകിയത്. ഈ കത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. നടക്കില്ല സച്ചനെ. ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ജനങ്ങൾ തന്നെ ചോദിക്കണം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്